ഞാൻ അല്ലെങ്കിൽ മമ്മൂട്ടിക്കൊക്കെ വന്ന ഈ ഒരു ഈറ എന്ന് പറയുന്നത് ഒരു 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 എന്താ പറയണ്ട, അതൊരു എന്താ അതിനെ പറയാൻ പറ്റില്ല. പത്മരാജൻ അല്ലെങ്കിൽ ഭരതേട്ടൻ, അരവിന്ദേട്ടൻ, അവരുടെ അതേപോലെ പാരലായിട്ട് ശശികുമാർ സാറ്, തമ്പി കണ്ണന്താനം, ജോഷി സാർ, അങ്ങനെ നമുക്ക് എങ്ങനെ വേണേലും അഭിനയിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മളെ അക്കോമഡേറ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു പറ്റം അതിമനോഹരമായ സംവിധായകരുണ്ടായിരുന്നു, എഴുത്തുകാരുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അത് കുറച്ച് കഴിഞ്ഞ് മാറിപ്പോയി. പിന്നെ ഒരു സിനിമയുടെ സക്സസ് ആ കഥാപാത്രം അദ്ദേഹത്തിൻ്റെ മാനറിസമാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ടായി. അപ്പോൾ ആക്ടേഴ്സ് എന്ന് പറയുന്നവർ ഒന്നുമില്ല, അവർ ബഗേഴ്സാണ്. അവർക്ക് ആക്ടേഴ്സ് ആർ ബഗേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കാര്യം? അവർക്ക് ചോദിച്ച് അവർ കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടണം. അല്ലേ, ഞാൻ പോയി ചോദിക്കാം, പക്ഷേ എനിക്ക് കിട്ടുന്നതുകൊണ്ട് അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. ആദ്യഘട്ടത്തിലൊക്കെ ഒരു ചാൻസിന് വേണ്ടി ലാൽ നടന്നിട്ടുണ്ട് ഒരു ഭാഷ. ഞാൻ വളരെ എന്താ പറയണ്ട, അങ്ങനെ എനിക്ക് നടക്കേണ്ടേ വന്നിട്ടില്ല. ഒരു കഥാപാത്രം അല്ലെങ്കിൽ ഒരു സിനിമ വേണമെന്ന് പറഞ്ഞ് ഞാൻ ഇന്ന് വരെ എനിക്ക് പോകേണ്ടേ വന്നിട്ടില്ല. എൻ്റെ ആദ്യത്തെ സിനിമ മുതൽ ഇന്നലെ അഭിനയിച്ച സിനിമ വരെ അങ്ങനെ ഒരു കാര്യം വന്ന് വീഴുകയായിരുന്നു. അത് നമുക്ക് അപ്പോൾ ആ വീഴുന്ന സിനിമകളൊക്കെ നമ്മൾ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ നമ്മളെപ്പോഴും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദേവാസുരം എന്നുള്ള സിനിമ, അത് മീശ പിടിച്ചുകൊണ്ടോ അല്ല, അതിൻ്റെ അകത്ത് ഭയങ്കര ഇമോഷനുണ്ട്. ഏറ്റവും സക്സസ്ഫുള്ളായിട്ട് ഓടിയ ഒരു സിനിമയാണ് നരസിംഹം. അത് ഞാൻ മീശ പിടിച്ചുകൊണ്ടല്ല, അതിൻ്റെ കഥ. പക്ഷേ പലരും ഈ മീശയിൽ മാത്രം നിന്ന് പോയി, കഥയെ വിട്ടു. ഒരു സുഹൃത്ത് എന്തോ ചോദിക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുകയാണ്. വരട്ടെ സുഹൃത്ത്. ഏറ്റവും നിർണായകമായിട്ടുള്ള സമയത്ത് കണ്ണ് നോട്ടം താഴത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു നടനേ ഉള്ളൂ, അത് മോഹൻലാലാണ്. അപ്പോൾ ഇങ്ങനെയൊരു അഭിനയശൈലി അത് ബോധപൂർവം രൂപപ്പെടുത്തിയതായിരിക്കില്ല, പക്ഷേ ഒരു അഭിനേതാവെന്ന നിലയിൽ ഇങ്ങനെയൊരു അഭിനയശൈലി രൂപപ്പെടുത്തുമ്പോൾ തനിക്ക് മുമ്പേ കടന്നുപോയ വലിയ നടന്മാരുമായി അവരുടെ ശൈലിയുമായി ഒക്കെ അബോധപൂർവമെങ്കിലും ഒരു ഡയലോഗ് നടത്തിയതിന് ശേഷമായിരിക്കാം ഇത് രൂപപ്പെട്ടത്. ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അല്ല, ഉണ്ണി നല്ലൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അല്ല, അതിന് അങ്ങനൊരു മറുപടി, സാധാരണ നമ്മളൊരാളോട് സംസാരിക്കുന്ന സമയത്ത് താഴേക്ക് നോക്കി സംസാരിക്കുമ്പോൾ അയാൾ കള്ളം പറയുന്നു, അങ്ങനെയൊക്കെയാണ്. അല്ലെങ്കിൽ ലാലിൻ്റെ ഒരു പക്ഷേ സ്വഭാവത്തിൻ്റെ ഭാഗമായിരിക്കും ഒന്നിടയ്ക്കൊന്ന് താഴേക്കൊന്ന് ഡ്രോപ്പ് ചെയ്ത് നോക്കുക ആയിരിക്കാം. അല്ല, ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതിൽ ഞാൻ വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു ആക്ടർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം ഉണ്ണികൃഷ്ണൻ പറഞ്ഞതിനെ കുറച്ചുകൂടെ ഞാൻ പറയാം. എനിക്ക് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വലിയ നടന്മാരുമായിട്ട് അഭിനയിക്കാനുള്ള അല്ലെങ്കിൽ അവരുടെ ഒരു ബ്ലെസ്സിങ് കിട്ടിയ ആളാണ്. ഇപ്പോൾ പ്രേം നസീർ സാറായാലും മധു സാറായാലും ശിവാജി ഗണേശനായാലും നാഗേശ്വർ റാവു, ഇപ്പോഴും അദ്ദേഹം അഭിനയിക്കുന്നത്, അദ്ദേഹത്തിന് 90 വയസ്സിൽ കൂടുതലുണ്ട്. അമിതാഭ് ബച്ചനായാലും രാജ്കുമാർ സാറായാലും അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാരുമായിട്ട് അഭിനയിക്കാനും അവരുമായിട്ട് സഹകരിക്കാനും അവരുടെ ബ്ലെസ്സിങ് കിട്ടിയ ഒരാളാണ്. അപ്പോൾ ആ ചോദ്യം ഇതുമായിട്ട് ബന്ധമില്ല, പക്ഷേ ഈ നമ്മളറിയാതെ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഉഴപ്പിയായിട്ട് ഉഴപ്പിയതുപോലെ തോന്നി, പിന്നെ സിനിമയിൽ വന്നപ്പോൾ നന്നായി എന്ന് പറഞ്ഞപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ അഭിനയിച്ച് കഴിഞ്ഞ ശേഷം ഇത് സിനിമയാകുന്നതിൻ്റെ ഇടയിൽ ഒരു മാജിക് നടക്കുന്നുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല. അത് എല്ലാ ആക്ടേഴ്സിനും ഉണ്ടാവും. ഞാനിപ്പോൾ നമ്മൾ ഈ സിനിമയിൽ ഇപ്പോൾ സംവിധാനങ്ങളുണ്ട്. മുമ്പ് സിനിമയിൽ അഭിനയിക്കുമ്പം നമ്മൾ ചെയ്ത ഷോട്ട് രണ്ടാമത് വന്ന് ടെലിവിഷനിൽ കാണാൻ പറ്റില്ല. ഇപ്പം നമ്മൾ കണ്ടു, അത് ഓക്കെ എന്ന് പറഞ്ഞു, പക്ഷേ ഇതായിരിക്കില്ല ഒരു പക്ഷേ നമുക്ക് സ്ക്രീനിൽ വരുമ്പോൾ.